Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? പ്രയർ. Dear God, thank you for another day. Guide my steps, strengthen my heart, and grant me wisdom to make the right decisions. May your peace fill my soul, and may your grace guide me through every moment today. Thank you, Miss. Then sign in ആരാണ്? Sign in. ഞാനാണ് മാം. Good afternoon, Ashwini Miss and my dear friends. I hope you are all doing well today. My name is Deepa Mor and I am really glad to be here for this session. I am looking forward to an interesting and productive class where we can all learn something new together. I would like to thank our teacher and advance for guiding us through today's topic, and I am excited to engage actively and do my best. Wishing everyone a great learning experience ahead. Have a wonderful day. Thank you, ma'am. Thank you all. Okay, very good. Any thought of the day? Thought ആരാണ് പറയുന്നത്? Thought. Thought of the day. ആരുമില്ലേ? ആരുമില്ലല്ലോ പറയാനായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ പറയാം. പക്ഷെ ഒന്ന് നോക്കിയില്ലായിരുന്നു. Your attitude, not your aptitude, will determine your altitude. നിന്റെ കഴിവല്ല, നിന്റെ സമീപനമാണ് നീ എത്ര എത്തുമെന്ന് നിർണ്ണയിക്കുന്നത്. ഞാനിത് തെറ്റുണ്ടെങ്കിൽ സോറി, ഞാൻ അന്ന് പറഞ്ഞത് ഇങ്ങനെ ഓർത്ത് പറഞ്ഞതാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ സമീപനമാണ് നമ്മൾ എത്ര ഉയരത്തിൽ എത്തുന്നതെന്ന് നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിയാണ്, ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ദീപ കയറിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാനില്ലായിരുന്നു മിസ്സേ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നോ? എന്താ മിസ്സേ? റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൻസേഷൻ പറഞ്ഞു, റേഷണലൈസേഷൻ പറഞ്ഞു, പ്രൊജക്ഷൻ പറഞ്ഞു. ഇത് മൂന്നും അല്ലേ പറഞ്ഞത്? അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഞാൻ കാണിക്കാം. ജിഷ മിസ് പിക്ചർ വീലിനെ കുറിച്ചും നമ്പർ വീലിനെ കുറിച്ചും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, ഞാനൊരു കാര്യം കാണിക്കാം. രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ടൈം പറയുന്നില്ല ഇതെപ്പോ ചെയ്ത് തീർക്കണം എന്ന്. ഈ കോഴ്സ് കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്നത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന രണ്ട് മെറ്റീരിയൽസ് ആണ്. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കുറച്ച് വായിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഇത് പിക്ചർ വീലാണ് കേട്ടോ. പിക്ചർ വീൽ എന്നാണ് ഇതിന്റെ പേര്.
ഇതിന്റെ മുകളിലത്തുള്ള വീൽ ഇങ്ങനെ കറങ്ങും. എങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് കാണിച്ചു കൊടുത്ത് എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നേ? പിക്ചറും സെയിം ആയിട്ട് വരും കേട്ടോ. പിക്ചറും വേർഡും സെയിം ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ ഞാൻ കുട്ടികളെ ആപ്പിൾ എന്ന് പറയുന്ന പിക്ചർ കുട്ടികൾക്ക് ചിലപ്പോ അറിയാനായിട്ട് സാധിക്കും അല്ലെ? അല്ല, ഏറെക്കുറെ ആളുകൾ കുഞ്ഞുങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ലേ ആപ്പിൾ എന്ന് പറയുന്ന പിക്ചർ അല്ലേ? അല്ലേ? അപ്പൊ ആ വേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ വീൽ എന്ത് ചെയ്യാം? ഇങ്ങനെ റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്ത് കറക്റ്റ് ഇത് നോക്കിയേ, ആപ്പിളിന്റെ എവിടെ കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ തന്നെ പലതരത്തിലുള്ള പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഞാനിപ്പോ കോക്കനട്ട് ട്രീ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്, പിന്നെ ലോട്ടസ് ഉണ്ട്, ബനിയൻ ട്രീ ഉണ്ട്, ദെൻ വാട്ടർമെലൺ ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, റോസ് ഉണ്ട്. അപ്പൊ അത്രയും പേരുകളാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പേരും പിക്ചറും വേണമെന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെഹിക്കിൾസ് ഒട്ടിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് പിക്ചർ വേണമെങ്കിലും ഇതിനകത്ത് ഒട്ടിക്കാം. അതിന്റെ പേര് എഴുതിയിട്ട് കറക്റ്റ് ആയിട്ട് ഇതറിയാൻ പറ്റും. കണ്ടോ? ഇപ്പൊ സൺഫ്ലവർ ആണ് ഇവിടെ ഉണ്ട്. ഇത് സൺഫ്ലവർ ആണ് കുട്ടി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അതിന് നേരെ ആ പേര് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, സൺഫ്ലവർ. മനസ്സിലായില്ലേ? എത്ര നമ്പർ വേണം? ഇതിപ്പോ 9 എണ്ണല്ലേ? അത്രയും വേണം എന്നില്ല. ഇപ്പൊ 4 5 എണ്ണോ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാട്ടോ. ഇതിപ്പോ എന്റെ മോൻ ചെയ്തതാണ്. അപ്പൊ അവന്റെ പരിമിതിക്ക് അനുസരിച്ചിട്ടാണ് അവൻ ഇത് ചെയ്തത്. ഓക്കെ, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവനാണ് ഇത് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ചെയ്യാം. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇപ്പൊ 4 പിക്ചർ ഉണ്ടെങ്കിൽ 4 എണ്ണം 5 എണ്ണം. ഇപ്പൊ കുട്ടികൾക്ക് കൂടുതൽ പിക്ചേഴ്സും വേർഡ്സും ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം കൂടുതൽ വേർഡ്സും അതുപോലെ തന്നെ പിക്ചേഴ്സും ഒക്കെ കുട്ടികൾ പഠിക്കുമല്ലോ. അതുകൊണ്ട് നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റൗണ്ട് എടുക്കുമ്പോൾ കുറച്ച് വലിയ റൗണ്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോ ഇത് വേഴ്സ് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പുതിയ ബാച്ചിലെ കുട്ടികൾ ഇത് ചെയ്തിട്ടുണ്ട്. അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അവരിൽ 2-3 പേര് ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ, ഞാനിത് ഒരു വേഴ്സ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ 2 വീലും ഉണ്ടാക്കിയിരിക്കുന്നത്. വേഴ്സ് ബോർഡിൽ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഫെവിക്കോൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് പേസ്റ്റ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് പറഞ്ഞാലേ ഈ കളർ സ്പ്രെഡ് ആവും ഒട്ടിക്കുമ്പോൾ. കണ്ടോ, ഇവിടെ ഓറഞ്ച് കളർ കാണുന്നുണ്ടോ ഇടയ്ക്ക്? നമുക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ബോർഡ് കിട്ടും. അത് മതി. കേക്ക് ഉണ്ടല്ലോ, കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതാകുമ്പോ കുറച്ചുകൂടി കട്ട് ചെയ്യാൻ നല്ല, എന്താ പറയാ, അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമുക്ക് ആണി വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കാം. പിന്നെ ഇന്നൊരു കുട്ടി കാണിച്ചത് കർട്ടന്റെ ഒരു ഇത് വെച്ചിട്ടാണ് റൗണ്ട്, അതായത് ബട്ടൺ നമുക്ക് ഇവിടെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ഫിറ്റ് ആയിട്ടിരിക്കും. ഞാനിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്ന ഈർക്കലിയാണ് കേട്ടോ. ഈർക്കല് വെച്ചിട്ട് ബാക്കില് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ചാർട്ട് പേപ്പറിന്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ചെമരുമ്മ ആണി തുളയ്ക്കുമ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം കിട്ടും മേടിക്കാൻ. അത് ഇടാൻ പറ്റും. ഞാനിവിടെ മോന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. ഞാൻ ചെയ്തത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കമ്മലുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ശങ്കീരി ഉണ്ടല്ലോ, ഈ ഫാൻസി ഐറ്റംസ് ഇല്ലേ, അത് വെച്ചിട്ട് ചെയ്യാം. ആ ശങ്കീരി കുറച്ച് വലുതാകണം മാത്രം, ഹോള് വലുതാകണം മാത്രം, അല്ലെങ്കിൽ ചിലപ്പോ ഇത് കേറില്ല. അപ്പൊ അങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ പലതരത്തിൽ ചെയ്യുന്നവരുണ്ട്. എന്താ പറയാ, ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്, ബട്ടണൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നവരുണ്ട്, അടപ്പൊക്കെ വെച്ചിട്ടേ. അപ്പൊ അതും നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ്. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇത് വരിക, പിക്ചർ വീൽ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് വരയ്ക്കണമെന്നില്ലല്ലോ, വെട്ടി ഒട്ടിക്കാമല്ലോ അല്ലെ? വെട്ടി ഒട്ടിച്ചാലും മതി, എഴുതണം എന്നില്ല. ഓക്കെ, എന്നത്തേക്കാ മാം?
ഇത് നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ ഇല്ല, നിങ്ങൾക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ചെയ്യാം, കോഴ്സ് തീരുന്നതിന് മുമ്പ് കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ. മാം ഇതിന്റെ പേരെന്താ? പിക്ചർ വീൽ എന്നാണ് മോളെ ഇതിന്റെ പേര്. പിക്ചർ വീൽ ആണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്പർ വീൽ ആണ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 1 തുടങ്ങി 10 വരെ അല്ലെങ്കിൽ 1 തുടങ്ങി 9 വരെ നിങ്ങൾക്ക് നമ്പർ എഴുതാം. എന്നിട്ട് ആ നമ്പറുകള് നടുക്കത്തെ വീലിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ഇപ്പൊ 1 ആണെങ്കിൽ ഒരു പിക്ചർ, 2 ആണെങ്കിൽ 2 പിക്ചർ, അങ്ങനെ അനുസരിച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ മിസ്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ നമ്പർ അനുസരിച്ച് കുട്ടിക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, 1 2 3 4 അങ്ങനെ ഇത് ചെയ്യാവുന്നതാണ്. അതും 9 വരെ വേണമെന്ന് വലുതാക്കി ചെയ്താലും കുഴപ്പമില്ലല്ലോ? ഇല്ല ചെയ്യാം. കുറച്ച് വലിയ വീൽ എടുത്തു കഴിഞ്ഞാല് കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഞാനിപ്പോ അത് വേസ്റ്റ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് ബോർഡ് ഉപയോഗിച്ച് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് കട്ടിയുള്ള വേസ്റ്റ് ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നൈസായിട്ട് ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് ചാർട്ട് പേപ്പർ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഗ്ലൂ അതിനകത്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചിലവര് തെർമോക്കോൾ ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. പിന്നെ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ തെർമോക്കോൾ ഉപയോഗിച്ച് ചെയ്യുന്നത് നല്ലതല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് ചെയ്യണ്ട. തെർമോക്കോൾ ആണെങ്കിൽ തന്നെ നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. പലതരത്തിലെ ഷേപ്സ്, പല ഷേപ്സുകളുള്ള തെർമോക്കോളുകൾ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്യണ്ട. പറഞ്ഞ കേക്ക് കട്ട് ചെയ്യാൻ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കേക്ക് മേടിക്കുന്ന ആ റൗണ്ട് ഉണ്ടല്ലോ, കട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന, അത് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? പിക്ചറുകള് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചറുകൾ ഉപയോഗിക്കാം. അതിന്റെ വേർഡ് പേര് എഴുതിയാൽ മതി. പിന്നെ നമ്പർ ആണെങ്കിൽ 1 തുടങ്ങി 9 വരെ അല്ലെങ്കിൽ 1 തുടങ്ങി 10 വരെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ കുട്ടികളെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാനും വേർഡ്സ് ക്ലിയർ ആവാനും വേണ്ടിയിട്ടാണ് ഈ പിക്ചർ വീലും നമ്പർ വീലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇപ്പൊ പ്രൊജക്ഷൻ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രൊജക്ഷൻ അല്ലേ? ഓക്കെ, ദെൻ ഐഡന്റിഫിക്കേഷൻ ഒന്ന് വായിക്കുക കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. എന്താണ് ഐഡന്റിഫിക്കേഷൻ? ദീപേ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ മോളെ? ഐഡന്റിഫിക്കേഷൻ ദീപ പോയായിരുന്നോ? ഇല്ല വായിച്ചു. പറയാം. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് തിരിച്ചറിയൽ എന്നാണ്. അപ്പം ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വിച്ച് അറ്റംപ്റ്റ്സ് സാറ്റിസ്ഫാക്ഷൻ. മറ്റുള്ളവരുടെയോ അതർ പീപ്പിൾ, മറ്റുള്ളവരുടെയോ പിന്നെ ഗ്രൂപ്പുകളുടെയോ ഒക്കെ മറ്റുള്ളവരുടെ ഒരു പിന്നെ വിജയങ്ങളിൽ നിന്ന് നമുക്ക് സംതൃപ്തി നേടാൻ കഴിയുന്നു. മറ്റുള്ളവര് വിജയിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നു അങ്ങനെ. പിന്നെ അവരോടുള്ള ഗ്രൂപ്പ് ഹിയർ വർഷിപ്പ് ഓൾസോ ഐഡന്റിഫിക്കേഷൻ. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു അങ്ങനെയാണോ ഞാൻ പറഞ്ഞു?
മറ്റുള്ള ഗ്രൂപ്പുകൾക്കോ ആൾക്കാർക്കോ വ്യക്തികൾക്കോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സന്തോഷം വിജയം നേടാൻ കഴിഞ്ഞാല് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ കുട്ടികളാണെങ്കിലും വിജയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ, കുട്ടികളായാലും ആരായാലും. അങ്ങനെ അതിൽ നിന്നുള്ള ഒരു ഇതാണോ? ഓക്കെ, ഏകദേശം പറഞ്ഞത് ശരിയാണ് കേട്ടോ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്ത് വിജയിക്കുമ്പോൾ നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, അതായത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അത് മറ്റുള്ളവർ ചെയ്ത് വിജയിക്കുമ്പോൾ അത് നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണെന്ന് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിനെ നിങ്ങൾ അങ്ങനെ ആശ്വസിപ്പിക്കാറുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് മറ്റുള്ളവർ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാറുണ്ടോ? പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ലേ, നമുക്ക് എനിക്ക് ആവാൻ പറ്റിയില്ല, എന്റെ മോനെങ്കിലും ആക്കണം എന്ന് പറഞ്ഞിട്ട്. അതെ അതെ, അത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ആണ് അല്ലെ. എന്താ പറയാ, ഇപ്പോ ഒരു എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നമ്മൾ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെ. ഇപ്പോ നമ്മള് സിനിമാ താരങ്ങളെ ആരാധിക്കാറുണ്ട്, അതുപോലെ സ്പോർട്സ് താരങ്ങളെയൊക്കെ ആരാധിക്കാറുണ്ട്. ഒരു ക്രിക്കറ്റ് കളിയില് ഒരു ടീം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീം പിന്നാകുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ലോകകപ്പ് ഒക്കെ വരുമല്ലോ, അതുപോലെ തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോ അവര് ആ ടീം വിജയിക്കുമ്പോൾ ആ ഫാൻസിന് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്നവർക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാല് അത് മറ്റുള്ളവരാണ് വിജയിച്ചതെങ്കിലും അത് അവരുടെ ആ ഒരു സന്തോഷത്തെ തങ്ങളുടെ സന്തോഷമാക്കി മാറ്റാനുള്ള ഒരു ഇത് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ ചില മൂവീസ് ഒക്കെ ഇറങ്ങുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ, ഇപ്പോഴും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, രജനീകാന്തിന്റെ മൂവിയൊക്കെ ഇറങ്ങുമ്പോഴും പാലഭിഷേകമൊക്കെ നടത്താറുണ്ട് ഇല്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെ ഇല്ലേ, നടത്താറുണ്ട് അല്ലെ. അപ്പോ അതാണ്, അതായത് ഒരാളുടെ വിജയം, അത് ഏതൊരാളായിക്കോട്ടെ, മറ്റുള്ളവരാണെങ്കിൽ അവരുടെ വിജയത്തെ സ്വന്തം വിജയമാക്കിക്കൊണ്ട് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അത് മറ്റുള്ളവർ ചെയ്തത് വിജയിപ്പിക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ സന്തോഷം. ഓക്കെ, ഇപ്പോ കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരിക്ക്, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാവുക കൂടുതൽ അസൂയാണ് ഉണ്ടാവുക. ശരിയല്ലേ ഞാൻ പറയുന്നത്? അസൂയാണ് ഉണ്ടാവുക, സന്തോഷമാണ് ഉണ്ടാവുക? എന്താണ് ഉണ്ടാവുക? അസൂയ. എന്താണ് ശാലിനി പറഞ്ഞോളൂ. അസൂയ തന്നെ ഉണ്ടാകും മാം. കൂടുതലും നമ്മൾ ഔട്ട്സൈഡിൽ നിന്നല്ല, ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഔട്ട്സൈഡ് മാത്രമല്ല, ഫാമിലിയിൽ നിന്നായാലും ഭയങ്കരമായിട്ട് അസൂയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതായത് മറ്റുള്ളവര് നന്നാകുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്താ പറയാ, ഇങ്ങനെ അതായത് ചില ആളുകളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളില് ഇങ്ങനെ മറ്റുള്ളവരുടെ വിജയം, അതായത് രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് പഠിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരാൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എന്താ പറയാ അയാൾക്ക് ജോലി കിട്ടി, മറ്റേ ആൾക്ക് കിട്ടിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വിഷമങ്ങളൊക്കെ വരും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നിനക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾ ഒരാളുടെ വിജയം നിങ്ങളുടെ വിജയമാണെന്ന് കരുതിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മറ്റൊരാളുടെ വിജയം ഏതെങ്കിലും ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? മിസ്, എന്റെ മോൻ +1 ജയിച്ചപ്പോ എനിക്ക് തോന്നിയിരുന്നു. എന്റെ മോൻ +1 നല്ല മാർക്ക് ഉണ്ടായിരുന്നു അവന്. അപ്പൊ എനിക്ക് തോന്നിയിരുന്നു, എന്താന്ന് വെച്ചാൽ എനിക്ക് പോവാൻ പറ്റിയില്ല +1.
അപ്പൊ അവൻ ജയിച്ചപ്പോ നമുക്കൊരു സന്തോഷം. സന്തോഷം അല്ലേ? ഓക്കെ, അത് ഐഡന്റിഫിക്കേഷൻ ആണ് അല്ലേ? പിന്നെ പറയൂ, എക്സ്പീരിയൻസ് എല്ലാവർക്കും പറയാനുണ്ടാകും, എന്നാലല്ലേ നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ എൻകറേജിങ് ആവുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? നിങ്ങൾ മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ടില്ല ഒരാളുടെ വിജയം കണ്ടിട്ട്? മിസ്സേ, എൻ്റെ അനിയത്തി ഇതേപോലെ സൈക്കോളജിയാണ് പഠിച്ചിരിക്കുന്നത്, MSc സൈക്കോളജി. അവൾക്ക് ഇങ്ങനെ ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യാനായിരുന്നു ഇഷ്ടം. പിന്നീട് എനിക്കായിരുന്നു ടീച്ചർ ആവണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹം. പക്ഷെ അവൾക്ക് MSc കഴിഞ്ഞിട്ട് അവള് പിന്നെ MPhilന് ചേർന്നപ്പോൾ പ്രഗ്നന്റ് ആയ കാരണം നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് കൂടുതൽ അതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പൊ സ്കൂളിൽ കയറി. ഒരു സ്കൂളിൽ കിട്ടി അവൾക്ക്, മക്കള് ജോലി ചെയ്യണത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കായിരുന്നു കൂടുതൽ ടീച്ചർ ആവാൻ, പക്ഷെ നിനക്ക് കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു അവളോട്. നമുക്കതൊരു സന്തോഷല്ലേ? സന്തോഷമാണ് അല്ലേ? അത് ഐഡന്റിഫിക്കേഷൻ ആണ്. ഇനി എന്താണ് എക്സാമ്പിൾ പറയൂ, വേഗം ഷെയർ ചെയ്യൂ എക്സ്പീരിയൻസ്. അളക, എന്താ പറയാനുള്ളേ അളകിക്ക്? എന്റെ ഒരു കസിൻ ഉണ്ട്, ഞങ്ങൾ രണ്ടാളും സെയിം ഏജ് ആയി. ഞങ്ങൾ +2 വരെ ഒരുമിച്ചാണ് പഠിച്ചത്, അംഗനവാടി മുതലേ. അപ്പൊ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ ഫീൽഡിലേക്ക് പോയി, അവള് വേറെ. പക്ഷെ ഞാൻ പോയി പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിക്കായി, പിന്നെ ജോബിനൊന്നും പോവാതെ വീട്ടിൽ തന്നെ ആയി. പക്ഷെ അവള് പഠിച്ച്, അവളൊരു ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ച് നല്ലൊരു ജോബ്, ഇപ്പൊ ഓഡിറ്റിംഗ് ആണ്, ഓഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവൾ അങ്ങനെ നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല, എനിക്ക് ആവാൻ പറ്റിയിട്ടില്ലെങ്കിലും അവളെ നല്ല പൊസിഷനിൽ എത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതും ഐഡന്റിഫിക്കേഷൻ ആണ്. ജിസ്ന റിജോ, ജിസ്ന. യെസ് മാം. പറഞ്ഞോളൂ, എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങള് ഡിഗ്രി വരെ ഒന്നിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവള്, എനിക്ക് PG ചെയ്യാൻ പറ്റിയില്ല, അവള് PG ഒക്കെ ചെയ്തു. അതിനുശേഷം അവൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ജോലി കിട്ടി. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല, എന്താ പറയാ, കൂടാതെ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു ഫ്രണ്ടിന്, എനിക്കറിയാവുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിന് ഇപ്പൊ ഈ അടുത്തായിട്ട് ഒരു ജോലി കിട്ടി. അപ്പം അതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് കിട്ടാത്തത്, അല്ലെ നമുക്ക് സമയമായിട്ടില്ലായിരിക്കും നമുക്ക് ലഭിക്കാനായിട്ടുള്ളത്, അത് കിട്ടാനായിട്ടുള്ളത്. പക്ഷെ അവർക്ക് കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അവൾ എന്നെ വിളിച്ചത് എന്നോട് പറഞ്ഞപ്പം എനിക്ക് എന്റെ കൂടാണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നാമത്തെ കാര്യം അത് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. പിന്നെ മാത്രമല്ല, എനിക്കത് പറ്റിയില്ല, പക്ഷെ അവർക്കത് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ അവളോട് പറയുകയും ചെയ്തു, എനിക്ക് ഭയങ്കര സന്തോഷമായിടാ, കാരണം നിനക്കൊരു ജോലി അത് കിട്ടിയല്ലോ. കൂടുതൽ നിന്ന് നമുക്കൊരാൾക്ക് ഒരു ജോലി കിട്ടുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെ, ഓക്കെ. നെക്സ്റ്റ് ഫാത്തിമ റിഗ്സാൻ. ഫാത്തിമ. ഫാത്തിമ മിണ്ടുന്നില്ല. അനില. ഹലോ, മാഡം. ഫാത്തിമ, എന്താണ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. കാരണം കഴിഞ്ഞ ദിവസം എന്റെ ഒരു കസിനല്ല, എന്റെ നാത്തൂനാണ് ആള്. ഞങ്ങള് ഒരുപോലെ ഒരുമിച്ച് ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവൾക്കാണ് അത് ആദ്യം കിട്ടിയത്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇവരൊക്കെ പറയണ കേട്ടപ്പോ ഞാനും വിചാരിക്കായിരുന്നു, അപ്പൊ ഇത് തന്നെയായിരിക്കും ഞാനും ആഗ്രഹിച്ചത് എന്ന്. ഞാനിപ്പോ ഈ ഐഡന്റിഫിക്കേഷൻ ആയിരിക്കും എന്റെ ലൈഫിൽ നടന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അനില. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അല്ല, നമുക്ക് മറ്റേ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകൂലേ? അപ്പൊ നമ്മുടെ ടീമിന് ഇപ്പൊ ഓവറോള് ലഭിക്കുമല്ലോ. അപ്പൊ ചിലപ്പോ നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിന് കിട്ടുമ്പോൾ അത് നമ്മുടെ ആണല്ലോ. അപ്പൊ നമുക്കപ്പോ ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് ഒരു ഇതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടിയാൽ നമുക്ക് അതൊരു സന്തോഷം തന്നെയാണല്ലോ.
അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ഡാൻസ് ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാംസ് ഇത് ചെയ്യുമ്പോഴും നമുക്ക് എന്താ പറയാ വിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടിയാൽ ഓക്കെ നമ്മുടെ തന്നെ ഒരു വിജയമാണത്. അതെ അതെ. ഓക്കെ. രാജേശ്വരി രാജേന്ദ്രൻ. രാജേശ്വരി. മിസ്സേ, ഉം. എൻ്റെ ഒരു ഫ്രണ്ട്, ഡിയറസ്റ്റ് ഫ്രണ്ട്, ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോ അവള് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊന്നും ഫോണൊന്നും കയ്യിലൊന്നും കിട്ടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് അവൾ പഠിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കണ്ടു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അറിവുണ്ടായിരുന്നില്ല. പിന്നെ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത സമയത്ത് അവള് ഫേസ്ബുക്കിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അയച്ചു. അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു. അവള് നമ്പർ ചോദിച്ചു. അങ്ങനെ ഹസ്ബൻഡിന്റെ നമ്പർ കൊടുത്തു. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ മേടിച്ച് അവള് ഗൾഫിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കിട്ടാണ്ട്, നമ്പറൊന്നും കിട്ടാണ്ട്, അപ്പൊന്നും ആർക്കും ഫോൺ ഉണ്ടായിരുന്നില്ല പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാവുമെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഫോണൊന്നും അപ്പൊ തന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സംസാരിച്ചപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ജാൻസി ആന്റണി. ജാൻസി. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ജാൻസി ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട. മിസ്സേ, എനിക്ക് TTC ഒക്കെ പഠിച്ച ടീച്ചർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കത് പറ്റിയില്ല. എൻ്റെ മകൻ DLED പാസ്സായി സർട്ടിഫിക്കറ്റുമായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ മകൻ ചെയ്തല്ലോ എന്ന് ഉള്ള ഒരു ആഗ്രഹം പൂർത്തീകരണമായിരുന്നു അത്. ആണല്ലേ? ഓക്കെ. ഇനി ആരാണ് പറയാത്തെ? രശ്മി. രശ്മി VR. ഇതാണോ ഐഡന്റിഫിക്കേഷൻ ആണോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഞാൻ 10ൽ പഠിക്കുമ്പോഴും പോളിക്ക് പഠിക്കുമ്പോഴും ഒക്കെ എല്ലാവരും സ്റ്റേജിൽ ഓരോ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷെ എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരികൾക്ക് ആർക്കും അവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിക്കാറുമില്ല. പക്ഷെ ഇപ്പം എൻ്റെ മക്കള് അവര് നല്ല രീതിയിൽ സ്റ്റേജ് പ്രോഗ്രാമും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ എൻ്റെ മൂത്ത മോൻ എന്താണ് അബാക്കസിനും ഇളയ മോൻ അബാക്കസിനും ഒക്കെ നല്ല രീതിയിൽ വിൻ ചെയ്തുകൊണ്ട്. അതേപോലെ ഇപ്പൊ എൻ്റെ മോന് LSS ഇപ്പൊ കിട്ടി, മൂത്ത മോന്. അപ്പം എല്ലാ സ്ഥലത്തു നിന്നും അവന് അനുമോദനങ്ങളൊക്കെ കിട്ടി. ഇപ്പോഴും 4 മണിക്കുണ്ട് ഒരു സ്റ്റേജിൽ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എനിക്ക് വിജയിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ എൻ്റെ മക്കള് വിജയിക്കുന്നതുകൊണ്ട് ഒരു സന്തോഷം. ഒരു സന്തോഷമല്ല, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം തന്നെയാണ്. ഓക്കെ. അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ വായിക്കട്ടെ. നിങ്ങള് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. ഒരു മിനിറ്റ് ഞാനൊന്ന് ക്യാമറയും ഓഡിയോ ഒക്കെ നോക്ക് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, വായിച്ചോ? എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവിടെ ഒറിജിനൽ ഗോൾസ് അല്ലെങ്കിൽ എന്താ പറയാ റിയൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ ആഗ്രഹങ്ങള് ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാണ്. അത്തരത്തിലുള്ളൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടോ നമ്മുടെ ഇടയില്?
ഉണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യജിച്ചിട്ടുണ്ടോ? സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് ഉണ്ടല്ലേ? എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി? എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ ആശ്വസിപ്പിക്കുക? നമ്മൾ ഭയങ്കരമായിട്ട് ചെറുപ്പത്തിലെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഓക്കെ, അത് ചിലപ്പോ എന്തെങ്കിലും സാധനം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലും മാരീഡ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെ? അപ്പോ ആ ഒരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്, ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തെ. ചില സമയത്ത് നമ്മൾ വിധി എന്നും വിളിക്കാറുണ്ട് അതിനെ, അല്ലെ? നമ്മൾ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് വിധിയാണ്, അത് നിന്റെ വിധിയാണ്, അല്ലെങ്കിൽ അവളുടെ വിധിയാണ്, അല്ലെങ്കിൽ അവന്റെ വിധിയാണ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അങ്ങനെ നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച്? ഉണ്ടോ? നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമായിരിക്കാം, പക്ഷെ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാകാം. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഉണ്ട്. നവമി ഷെയർ ചെയ്യാൻ പറ്റുമോ? നവമി ഷെയർ ചെയ്യാമോ? ഒരു കാര്യമായിട്ടല്ല, കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക്, അതായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. തുറന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, നവമി പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറയാം, അല്ലാതെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമല്ല. ഇപ്പൊ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോവുക, അങ്ങനെ ഒരു സാഹചര്യം വരുമല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പിന്നെ കുട്ടികളുണ്ട്, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ വരാറില്ല. അപ്പോഴേ പലതും നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അതുപോലെ വീട്ടില് വരുന്ന പൊതുവായ കാര്യങ്ങള് പല പല കാര്യങ്ങളും ഉണ്ട്. അത് പലതിനും വേണ്ടി ഇപ്പൊ അതല്ല, ഉദാഹരണത്തിന് മറ്റൊരു കാര്യം പറയാം. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ചില സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിനെ വേണ്ടാന്ന് വെക്കാം. നമുക്കൊക്കെ അത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമുക്ക് ആ കാപ്പി ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ആ ഊഴക്കാർക്ക് കറി ഉണ്ടാക്കണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? അങ്ങനെയൊക്കെ കുറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ആർക്കാ പറയാനുള്ളത്? ആർക്കില്ല? ഞാൻ പറയാം മാം. ജിസ്ന പറഞ്ഞോളൂ. അത് എന്റെ മിലുവിനെ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. ജിസ്ന പറയും. ഇപ്പം എന്റെ കാര്യം തന്നെ കേട്ടോ ഞാൻ പറയണത്. ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം ജോലിന്റെ കാര്യങ്ങളും ജോലി ഓഫറുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വീട്ടിലെ പിള്ളേരെ നോക്കാനായിട്ട് ആരുമില്ല. പപ്പ അമ്മ അങ്ങനെ ആരുമില്ല. ഞാനും പിള്ളേരും ഹസ്ബൻഡും ആണുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എന്താ പറയാ, എന്റെ ഈ ആ ഒരു ടൈം എന്താ പറയാ, ഇപ്പം ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്ന ആ ഒരു ടൈം ഇപ്പം മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്കൂളിലാണ്, അവിടെ ടീച്ചേഴ്സിനെ പ്രീ പ്രൈമറി സെക്ഷൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മെയിൻ ടീച്ചർ അല്ല. അവര് ഇല്ലാത്തപ്പം നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്താൽ മതി, ബാക്കി പിള്ളേരെ എഴുതിക്കുക, അങ്ങനത്തെ കൂട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അത് എന്താ പറയാ, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. എന്താ പറയാ, വേറൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ വേറെ 2-3 ജോലി ഓഫറുകൾ വന്നിട്ടും അങ്ങോട്ടേക്ക് എനിക്ക് പോകാൻ സാധിക്കാത്തത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇത് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ കുറവാണ്, പക്ഷെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിള്ളേർ എന്റെ കൂട്ടത്തിൽ ഉണ്ടല്ലോ, എന്റെ കൂട്ടത്തിൽ കൊണ്ടുപോവാം, തിരിച്ച് എന്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവരാം എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു ടൈം ഉണ്ടല്ലോ, നമുക്ക് ആ ജോലി എടുക്കാൻ പറ്റുന്ന, നമുക്ക് ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം ഇപ്പൊ മാറ്റി വെച്ചിരിക്കുകയാണ്, പിള്ളേർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതില് സങ്കടമില്ല, സന്തോഷമേ ഉള്ളൂ. എന്നാലും ഒരു എന്താ പറയാ, ചെറിയൊരു വിഷമം അങ്ങനെ. ടീച്ചറെ ഞാൻ പറയാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഹിന്ദി TTC ആണ് പോയത്. പ്രവീൺ കോഴ്സാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് BEdന് രാമവർമ്മപുരത്താണ് സീറ്റ് കിട്ടിയത്. അപ്പൊ മോള് അങ്കമാടിക്ക് പോണ പ്രായമായിരുന്നു. അപ്പൊ സീറ്റ് കിട്ടിയപ്പോ ഞങ്ങളുടെ വീട് തണ്ടിരമാണ്, കേച്ചേരി. അപ്പൊ ഇവിടുന്ന് കുറച്ച് ലോങ് ആണ്, എന്നാലും സീറ്റ് കിട്ടിയപ്പോ സാറ്
ഞങ്ങളുടെ TTCയുടെ സാറ് പറഞ്ഞു ഞങ്ങളുടെ ബാച്ചിൽ ആകെ 9 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ഗവൺമെന്റിന്റെയാണ് അത്, രാമവർമ്മപുരത്തുള്ളത്. അപ്പൊ സാറ് പറഞ്ഞു സീറ്റ് കിട്ടിയവർ നിർബന്ധമായിട്ടും പോയിക്കോളൂ, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ക്യാഷ് തരുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പറഞ്ഞപ്പോ മോളേനെ നോക്കാൻ ആരുമില്ല, അത് കാരണം പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു അന്ന് അത് പോയിരുന്നെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 8 പേർക്കും ജോലി കിട്ടി. ഇപ്പൊ ഞാൻ മാത്രം, എനിക്ക് സീറ്റ് കിട്ടി, മാർക്ക് ഉണ്ടായിരുന്നു, എന്നിട്ടും പോവാൻ പറ്റിയില്ല. അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റിവെച്ച കാരണമാണ് അത് പോവാൻ പറ്റാതിരുന്നത്. നമ്മൾ എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ട് അന്ന് പോയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മുടെ പഠിക്കേണ്ട കാര്യം, ജോലിയുടെ കാര്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. മക്കളെ നോക്കാൻ ഒന്നാമത് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ അതേപോലെ എവിടെയെങ്കിലും സേഫായ സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് നമ്മുടെ കരിയർ നോക്കുക എന്നാണ് എനിക്ക് ഇത്രയും നാളത്തെ ഒരു ഇതിൽ നിന്ന് മനസ്സിലായത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാ പറയുന്നേ. മിനു എന്താ പറയാനുള്ളത്? മിനു? ഞാന് സ്കൂൾ കാലം പഠിക്കുന്ന സമയത്ത് നഴ്സറി മുതല്, അന്നൊക്കെ നഴ്സറി ആണല്ലോ, LKG UKG ഒന്നും ഇല്ല, നഴ്സറി മുതല് 10 വരെ ഒരുമിച്ച് ഒരേ ഫ്രണ്ട്സ് ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ അച്ഛൻ നാട്ടിലില്ലാതെ തന്നെ ഞാൻ അമ്മാവൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് +1 ചേരുന്ന സമയത്ത് അമ്മ പറഞ്ഞു വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു. ഞങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ അന്ന് +2 വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ചേർന്നു. ഞാൻ മാത്രം ഇങ്ങോട്ട് അമ്മയുടെ ഒരു വിഷമം കണ്ടിട്ടാണ് ഞാൻ അന്ന് ഇങ്ങോട്ട് മാറിയത്. പക്ഷെ എനിക്ക് ഇപ്പോഴും തോന്നുകയാണ് ആ സ്കൂളായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കൂടി ബെറ്റർ ആയിട്ട് പഠിച്ചായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടോ, പറയാൻ പറ്റാവുന്നതാണെങ്കിൽ പറയാ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പലരുടെയും എക്സ്പീരിയൻസ് കേട്ടല്ലേ. അതായത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. അങ്ങനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് എന്തെങ്കിലും, അതായത് എന്തിനാണോ നമ്മൾ ആ കാര്യം മാറ്റിവെച്ചത് അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് വിധിയാണ് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. അപ്പൊ അതിനെയാണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ 5 ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു അല്ലെ? 5 മനസ്സിലായോ? മനസ്സിലായി? ഞാൻ എക്സാമ്പിൾ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എക്സാമ്പിൾ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് വായിക്കാം അത് ഓരോരുത്തരായിട്ട്. ഞാൻ വായിപ്പിച്ചില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സില്? എഴുതിക്കൊണ്ട് വരാനല്ലേ പറഞ്ഞത്? കുറച്ചുപേരെ പറഞ്ഞായിരുന്നു. കുറച്ചുപേരെ കൊണ്ട് വായിപ്പിച്ചു അല്ലേ? ആരാണോ വായിക്കാത്തത്? വായിക്കാത്തതാരാ? ഞാൻ വായിക്കാം. ഓക്കെ, ആളൊക്കെ വായിച്ചു കൊടുത്തു. ഫസ്റ്റ് കോമ്പൻസേഷൻ ഇതിന്റെ എക്സാമ്പിൾ ആണ്. If a person is not good in public speaking, but he is an excellent writer. ഇപ്പൊ ഒരാള് പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യാൻ അത്ര കഴിവില്ലാത്ത ആളും പക്ഷെ അയാള് നല്ല ഒരു റൈറ്റർ ആണ്. അത് കോമ്പൻസേഷൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? If a person is not good in public speaking, but he is an excellent writer. അതെ, കോമ്പൻസേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, റേഷണലൈസേഷൻ ഇത് പിന്നെ ഞാൻ എഴുതിയ എക്സാമ്പിൾ വേറെ ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. If someone fails in exam and says the question paper is very difficult. പിന്നെ projection. If a person is angry and while speaking to his friend and he fight with him and says his friend is angry with him.
ഇപ്പൊ ഒരാള് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടായിട്ട് സംസാരിക്കാണ്. അപ്പൊ സംസാരിച്ച് അതൊരു ഫൈറ്റിലാവും. ആ ഫൈറ്റ് ആയതിനു ശേഷം ഫ്രണ്ടിന് കുറ്റപ്പെടുത്തും, നിനക്കാണ് ദേഷ്യമുള്ളതെന്ന് പറഞ്ഞിട്ട്. അത് പറയാൻ പറ്റും മിസ് എക്സാമ്പിൾ? അത് പറയാം. മറ്റൊരാളെ കുറ്റം ചാർത്തുന്നതല്ലേ, അല്ലെ കുറ്റം ആരോപിക്കുന്നതല്ലേ, അപ്പൊ അത് പറയാം. 3 എഴുതി. 3 കഴിഞ്ഞു. ഇനി ആരാണ് വായിക്കാനുള്ളത്? എത്ര പേരായിരുന്നു ഇനി വായിക്കാനുള്ളത്? എത്ര പേരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര പേരാ വായിച്ചത്? വായിച്ചോളൂ. കോമ്പൻസേഷന് പാടാൻ കഴിവില്ലാത്ത കുട്ടി ഡാൻസ് കളിച്ച് മുന്നേറുന്നത് മത്സരത്തിലൊക്കെ. പിന്നെ റേഷനൈസേഷനില് തെന്നി വീഴുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് നടക്കാത്തതിനായിരിക്കില്ല കുറ്റം, അവിടെ വഴുക്കലുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കാരണം കണ്ടെത്തും. അതങ്ങനെ കൂട്ടാൻ പറ്റില്ലേ? കാരണം കണ്ടെത്തുന്നു, ന്യായീകരണം കണ്ടെത്താണോ പറ്റും. പിന്നെ പ്രൊജക്ഷന് വൈകി വന്നു, ബസ് കയറാനായിട്ട് വൈകി വന്നു, ബസ് പോയി. പക്ഷെ കുറ്റം പറയണത് ഡ്രൈവർ നേരത്തെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ടാണ്, ഈ സമയത്തല്ല സാധാരണ വന്നത്, ഇത്തിരി കൂടെ വൈകാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട് അങ്ങനെ. ശരിയാണ് കേട്ടോ. ഇനി ആരാണ് വായിക്കാനുള്ളത്? ഞാനുണ്ട് മിസ്. വായിച്ചോട്ടെ? വായിച്ചു. അതില് ഫസ്റ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ ഇപ്പൊ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തായിരുന്നു ഡാൻസിന്റെ, ജീവ്സൂം. അതില് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ മര്യാദക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല, അതിലൊന്നും പ്രൈസ് ഒന്നും കിട്ടിയില്ല. അതേ പ്രോഗ്രാം തന്നെ നെക്സ്റ്റ് ഇയർ എനിക്കപ്പോ അതൊരു വാശിയായി, എനിക്കത് എന്തെങ്കിലും ഒരു പ്രൈസ് ലിസ്റ്റ് ഏതെങ്കിലും വേണം എന്നുള്ള വാശിയായി. പക്ഷെ എനിക്കതിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആവാൻ പറ്റിയായിരുന്നു. ഒരു 2018 ജീവ്സ് റണ്ണറപ്പ് ആണ്. അപ്പൊ അതൊരിക്കൊരു വാശിക്ക്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തതിന്റെ ഒരു വാശിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയിട്ട് പിറ്റേ പ്രാവശ്യം എനിക്കത് വിൻ ചെയ്യാൻ പറ്റി. പിന്നെ പ്രൊജക്ഷനിൽ എന്ന് വെച്ചാല് ഇപ്പൊ ഡാൻസ് ക്ലാസ്സിൽ എന്ന് വെച്ചാൽ കിഡ്സിന് നമ്മള് 2 സെക്ഷനായിട്ടാണ്, രണ്ട് പേർക്കാണ് അതിന്റെ ചാർജ് തന്നേക്കുന്നത്. അപ്പൊ കുട്ടികൾ എന്തെങ്കിലും പ്രോഗ്രാം മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ മാത്രമല്ല ആളിന്റെ കൂടെ ഒരു പഠിപ്പിച്ചതിന്റെ കുറവാണെന്ന് പറഞ്ഞ് ചിലപ്പോഴേക്കും ഞാൻ ഇഷ്ടപ്പെടാറുണ്ട്. അതിന് പറ്റില്ല മിസ്സേ. പിന്നെ രാഷണലിസം എന്ന് പറയുന്നത് ഇപ്പൊ ഫീസ് കളക്ട് ചെയ്യണ കാര്യമാണെങ്കിലും അതിനും 2 പേരെ ചാർജ് ചെയ്തേക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ മാസം ഫീസ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതും ചിലപ്പോ ഒരു പക്ഷെ ആ ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല, ഇന്ന ആളായിരുന്നു എന്ന് ഞാൻ നൈസായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. എന്റെ പ്രശ്നമായിരിക്കാം, മേ ബി ഞാൻ അന്ന് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഞാൻ അന്നില്ലായിരുന്നു, വേറെ ആ കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞാറിയുണ്ട്. താങ്ക് യു. ഇനി ആരാണ്? മിസ്സേ ഞാൻ വായിച്ചില്ലായിരുന്നു, ഞാൻ അടുത്ത ക്ലാസ്സിൽ വായിച്ചാൽ മതിയോ? മതി, അടുത്ത ക്ലാസ്സിൽ വായിച്ചാൽ മതി കേട്ടോ. ശരി. നമുക്ക് ഒരു ഡിഫറൻസ് മെക്കാനിസം കൂടി നോക്കാം. അടുത്തത് സബ്ലിമേഷൻ ആണ് കേട്ടോ, നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. വായിച്ചോ ശാലിനി? എന്താ മനസ്സിലായി വായിച്ചപ്പോ? സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആഗ്രഹങ്ങളോ ആക്ടിവിറ്റീസോ സാമൂഹികപരമായിട്ടുള്ള ചാനൽസിൽ തിരിച്ചുവിടുന്ന ഒരുതരം പകര സംവിധാനമാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. പകരം വെക്കലാണല്ലേ, അങ്ങനെയല്ലേ മനസ്സിലായത് എല്ലാവർക്കും? അല്ലെ, ഒരുതരം പകരം വെക്കലല്ലേ അല്ലെ? അങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, അതായത് പകരം വെക്കുകയാണ്. ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നിൽ ആശ്രയിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയത്ത്, നമ്മളിപ്പോ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുപ്പീരിയർ നമ്മളോട് ദേഷ്യപ്പെടുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഭയങ്കരമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ തോന്നുക? എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ തോന്നുന്നത് സ്വാഭാവികമായിട്ട്? അയാളെ കടിച്ചു കയറാനുള്ള സങ്കടവും പിന്നെ അവരോട് ദേഷ്യമൊക്കെ തോന്നും. അതുപോലെ തന്നെ അയാളോട് ദേഷ്യം വരും അല്ലെ? പക്ഷെ നമ്മളത് അത് പ്രകടിപ്പിക്കും അവിടെ അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചാൽ എന്ത് പറ്റും? പ്രകടിപ്പിക്കാൻ പറ്റില്ല. പ്രകടിപ്പിച്ചാല് നമുക്ക് അതിനുള്ള ആക്ഷൻസ് വരുമല്ലോ. നമുക്ക് അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും അല്ലെ? ജോലി പോകും, അവിടെ നിന്നൊരു ആക്ഷൻ ഉണ്ടാവും, നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം അതിനെ എന്താണ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മള് കടിച്ചു പിടിക്കുക അല്ലെ? അതായത് കുറച്ച് സഹിച്ച് നമ്മൾ നിൽക്കും. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യും? ചിലപ്പോ അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ബാത്റൂം വാഷ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ നേരെ അവിടെ ചെന്നിട്ട് നമ്മുടെ ദേഷ്യം ചിലപ്പോ ഭിത്തിയില് അല്ലെ, നമ്മുടെ വാളിൽ ചുമരിലൊക്കെ ചിലപ്പോ ഇടിച്ചു തീർക്കാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഒരു സിനിമയുണ്ട്, ദുൽഖർ സൽമാന്റെ സിനിമയാണ് കലി എന്ന് പറയുന്ന സിനിമ. കലി, അതിനകത്ത് ദുൽഖറിന് ഭയങ്കര ദേഷ്യക്കാരനാണ് അതിനകത്ത് ദുൽഖർ അല്ലെ? അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് ഓഫീസിലെ സുപ്പീരിയറോട് ചിലപ്പോ ദേഷ്യപ്പെടാനായിട്ട് പറ്റാത്തൊരു സ്ഥിതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ബാത്റൂമിൽ പോയിട്ട് ആ ദേഷ്യം തീർക്കുന്നുണ്ട് അല്ലെ? അപ്പോ ഇത്തരത്തിൽ, അതായത് ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊന്നിനെ ആശ്രയിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ. ഓക്കെ, നമ്മൾക്ക് പേഴ്സണൽ ആയിട്ട് പല കാര്യങ്ങൾ ഉണ്ടാകാം. ഇനി വേറൊരു രീതിയിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ കുട്ടികളില്ലാത്ത 2 പേര് ഒരു കപ്പിൾസ്, ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് കുട്ടികളില്ല. പക്ഷെ ആ ഒരു കുറവ് അവര് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ ആ ഒരു പ്രശ്നം അലട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് എല്ലാ വർഷവും അനാഥാലയത്തിൽ പോയിട്ട് കുട്ടികൾക്ക്, അതായത് അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് ഫുഡും അതുപോലെ തന്നെ ഡ്രസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോ അത്തരത്തിൽ അവരങ്ങനെ കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരുടെ വിഷമം അവര് മറക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒന്നിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊന്നില് ആശ്രയിക്കുന്നു. അപ്പൊ അവർക്ക് കുട്ടികളില്ല. ഓക്കെ, കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ താലോലിക്കാം അല്ലെ, ആവശ്യത്തിനുള്ള സ്നേഹം കൊടുക്കാം, അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊന്നും അവിടെ അവർക്ക് കിട്ടുന്നില്ല. അതിന് പകരം അവരെന്ത് ചെയ്യുന്നു? ഓർഫനേജിൽ ചെന്നിട്ട് അവിടെയുള്ള കുട്ടികളെ കാണുന്നു, അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മെക്കാനിസം ആണത് ഈ ഒരു സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ഡിഫൻസ് മെക്കാനിസം എടുത്താൽ മതി കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ 3 എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞതെങ്കിൽ ഇന്നും എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 3 എണ്ണം തന്നെ എഴുതിക്കൊണ്ട് വരിക കേട്ടോ. ഏതൊക്കെയാ? ഐഡന്റിഫിക്കേഷൻ എഴുതുക, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതുക, സബ്ലിമേഷൻ. എക്സാമ്പിൾ എഴുതിക്കൊണ്ട് വരിക കേട്ടോ 3 എണ്ണത്തിന്. എല്ലാവരും എഴുതിക്കൊണ്ട് വരുമല്ലോ? ഓക്കെ. ഇന്ന് ആരെങ്കിലും വേർഡ് റീഡ് ചെയ്യുന്നുണ്ടോ? സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മിസ്സേ, ഒന്ന് പൊക്കോട്ടെ, 1 മിനിറ്റ്. ഞാൻ തന്നെ ഉള്ളു, തുണിയൊക്കെ മുറ്റത്ത് കിടക്കുന്നു, മഴ വരുന്നു. ഒന്ന് പറക്കിയിട്ടിട്ട് വരാം. വേർഡ്സോ സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്? മിസ് വേർഡ്സ് വായിക്കട്ടെ? വേർഡ്സ് വായിച്ചോ. കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം. റേഷണലൈസേഷൻ, യുക്തിവൽക്കരണം. പ്രൊജക്ഷൻ, പ്രതിച്ഛായനം. ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയൽ. സബ്സ്റ്റിറ്റ്യൂഷൻ, പകരം. അത്രയേ ഉള്ളൂ, 5 എണ്ണം. നമ്മുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡുകളാണ് അല്ലെ ആളൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന്റെ മലയാളമാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ന്യൂസ് പേപ്പർ റീഡിങ്ങോ? ഇല്ല, ആരും ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ചോദിക്കും കേട്ടോ ക്ലാസ് കഴിയാറാവുമ്പോ. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ചെയ്തിട്ട് വന്നെന്ന്. ഓക്കെ, ഒരു ഞാൻ ആക്ഷൻ സോങ് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കിപ്പോ അത് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല.
അടുത്ത ക്ലാസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ ഇനി? ആരെങ്കിലും ആക്ഷൻ സോങ്? ആക്ഷൻ സോങ് അങ്ങനെ അധികം ഇവിടെ സെൻഡ് ചെയ്യാറില്ല. ആരെങ്കിലും റെഡി ആണെങ്കിൽ ഒന്ന് ചെയ്യാട്ടോ ആക്ഷൻ സോങ്. ആക്ഷൻ സോങ്ങിന് റെഡിയാണോ? ഷാലി ഒരു ആക്ഷൻ സോങ് ചെയ്യാമോ? സാഹചര്യം ശരിയല്ല, ഭയങ്കര സൗണ്ടാണ്. മിസ്സേ, ആ ഞാൻ ദീപ വന്നു. ഞാനൊരു കഥ വായിക്കട്ടെ, കഥ പറയാം. വായിച്ചോളൂ, കഥ വായിച്ചോളൂ. ദ റിവർ ആൻഡ് ദ റോക്ക്, അങ്ങനെയാണ് കഥയുടെ പേര്. One day, a small river was flowing down from a mountain. Suddenly, a big rock blocked in its path. The river thought, "Oh no, I can't go forward anymore. This rock is too big for me." Hearing the sound of the flowing water, the rock said proudly, "I am stronger and bigger than you. Why don't you just stop trying?" But the river didn't give up. Day by day, drop by drop, it kept flowing with patience. Slowly, it loosens the soil around the rock, and over time, the river found a new way around it. The rock stayed in the same place, but the river kept moving forward through forests, fields, and finally reached the ocean. Moral: obstacles may be big, but if we have courage and patience, successful will come. When you keep going, a will appear. പ്രതിബന്ധങ്ങൾ വലുതായിരിക്കും. നമ്മൾക്ക് ഈ ഒരു കഥയുടെ ഒരു മോറൽ പറയാം. നമ്മൾക്ക് പല മാനസിക സംഘർഷങ്ങളും എല്ലാം നമുക്കുണ്ടാവും, വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ലക്ഷ്യത്തിനെത്താൻ വേണ്ടി. പക്ഷെ നമ്മളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് കുറച്ച് കാലതാമസം നേരിട്ടാലും നമ്മൾ അവിടേക്ക് എത്തുക തന്നെ ചെയ്യും. പക്ഷെ ആ എത്തുന്നതിന് നമുക്ക് പല സാഹചര്യങ്ങളും നമുക്ക് ചുറ്റിലും ഉണ്ടാവും. അത് നമ്മൾ പറയും, ദൈവം നമുക്ക് അതിനൊരു വഴി കൊണ്ടെത്തിച്ച് തരുവാണ്, നമ്മൾ അതിൽ കയറി പിടിച്ചു പോകണം. നമ്മൾക്ക് എന്ത് നേടാൻ കഴിയുന്നോ അത് നമ്മൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല, നമ്മൾ തേടി ചെല്ലണം, നമ്മൾ അതിലേക്ക് തേടി ചെല്ലണം. അങ്ങനെ ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവണം. അല്ലാതെ നമ്മൾ വീടിനുള്ളിൽ ഇരുന്നു നമ്മളുടെ വിധിയെ പഴിച്ച് നമ്മളുടെ സാഹചര്യത്തെ പഴിച്ചുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും പറ്റില്ല. പക്ഷെ നമ്മൾ അതിലേക്ക് എനിക്ക് പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറഞ്ഞാലാണ് ഇവിടെ ഈ ഒരു റിവർ. പ്രതിബന്ധങ്ങൾ അത്രയും ഉണ്ടായിട്ടും ഒരിക്കൽ അതിനൊരു വഴി സ്വയം വെട്ടിയാണ് ആ ഒരു കല്ലിനെ പ്രതിരോധിച്ച് പോയത്, അതിനെ സമരം ചെയ്ത് പോവുക എന്നൊക്കെ പറയും. അപ്പൊ അതാണ് ഞാൻ ആ ഒരു കഥ വായിച്ചത്. നമ്മളിൽ ഓരോരുത്തരും ശരിക്കും ഒരുപാട് പ്രതിസന്ധികളിലാണ് ഇപ്പോ, പക്ഷെ നമ്മൾ സ്വയം വഴി വെട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാവരും ആക്ഷൻ സോങ് ഒക്കെ റെഡി ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. ആക്ഷൻ സോങ്. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ഞാനാണ് മിസ്സേ. ചെയ്തോളൂ കേട്ടോ. Thank you, Ashwati ma'am, for this wonderful and inspiring class. As we come to the end of today's session, let us take with us not just what we learned, but also the motivation to learn more. Thank you all for your attention and participation. Let us meet again with the same enthusiasm. Stay curious, stay inspired. We sign out for today. Have a great day. Thank you so much. Thank you, Ashwati ma'am. Thank you all. Thank you so much. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, താങ്ക് യു.